4 Kids സ്പെഷ്യൽ ഹാപ്പി ന്യൂ ഇയർ സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇങ്ങനെ വളരെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടാൻ പോകുന്നത് കുട്ടികൾക്ക് വേണ്ടി ടോയ്സിന്റെ ഏരിയയിൽ അത്രമാത്രം വർഷങ്ങൾ സ്പെഷ്യലൈസ് ചെയ്ത് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരാളെയാണ്. അതും കുട്ടികൾക്ക് വേണ്ടി നമുക്കറിയാം, നമുക്ക് ഏറ്റവും സ്പെഷ്യലാണ്. കുട്ടികളെ വളരെ ശ്രദ്ധയോടെ പരിഹരിക്കേണ്ട ആളുകളാണ് അല്ലെ, ഏറ്റവും നന്നായി ട്രീറ്റ് ചെയ്യേണ്ട ആളുകളാണ്. അപ്പൊ അവർക്ക് വേണ്ടി 9 വർഷമായി ഈ ഒരു ടോയ്സിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ശ്രീ മുസ്തഫ സാറാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോയി നോക്കാം. ഞാൻ ബേസിക്കലി ഒരു പ്രവാസിയായിരുന്നു. 18 വർഷം ഗൾഫിൽ ജോലി ചെയ്തു ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട്. ആ കമ്പനിയിൽ നമ്മൾ ബിസിനസ്സിൽ ഒരുപാട് ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എനിക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ള ഒരു കൺസെപ്റ്റ് വരികയും, പിന്നെ രണ്ടാമത് കാരണം ഫാമിലി ആയിട്ടായിരുന്നു ഗൾഫിലുണ്ടായിരുന്നത്. മക്കളൊക്കെ ആ ഒരു ഗൾഫിന്റെ ലക്ഷറി ലൈഫിൽ ജീവിച്ച് വളർന്നവരായിരുന്നു. അപ്പം ചില സമയത്തെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു റിയൽ ലൈഫ് അല്ലെങ്കിൽ കഷ്ടപ്പാട്, ജീവിതത്തിൽ വരുന്ന പല കഷ്ടപ്പാടുകളും ഇതൊക്കെ എങ്ങനെ തരണം ചെയ്യാന്നുള്ള ഈ ഒരു ലക്ഷറി ലൈഫിൽ ജീവിക്കുന്ന സമയത്ത് അവർക്ക് പഠിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കൊച്ചു കേരളത്തിൽ, എൻ്റെ വെള്ളിലയിൽ ജീവിക്കണം, എൻ്റെ മക്കളും അവിടെ വളർന്ന് വലുതാവണം എന്നുള്ള ഒരു കൺസെപ്റ്റ് വരികയും അതിന് ശേഷമാണ് എനിക്ക് സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെയാണ് ഞാൻ ഈ ടോയ്സ് എന്നുള്ളത് എൻ്റെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ക്വാളിറ്റി ഉള്ളതും നോൺ ടോക്സിക് ആയിട്ടുള്ളതും അവർക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ളതും മാർക്കറ്റിൽ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ളതും ടോയ്സ് മാർക്കറ്റിൽ എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അതിൻ്റെ പുറകിലാണ് പിന്നെ നമുക്ക് നമ്മളെ ചൈൽഡ്ഹുഡ് കൂടുതലായിട്ട് ഓർമ്മയൊന്നും ഇല്ലെങ്കിലും നമുക്ക് മക്കൾ ഉണ്ടാകുന്ന സമയത്ത് പല സമയത്തും നമ്മളും മക്കളാവാനും അല്ലെങ്കിൽ മക്കളോളം താഴാനും വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ശ്രമിക്കും. കാരണം മക്കളെ കൂടെ കളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളും ഒരു കൊച്ചാവണം. അങ്ങനത്തെ ഒരാൾക്കേ മക്കളെ കൂടെ കളിക്കാൻ കഴിയുള്ളൂ. പിന്നെ മക്കളെ അറിയുന്നതും മേഡം പറഞ്ഞ പോലെ നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ ബിസിനസ് രംഗത്ത് ഒരുപാട് ശ്രദ്ധ ചെലുത്തുമ്പോഴും അല്ലെങ്കിൽ ബിസിനസിന്റെ സ്ട്രെസ്സുകൾ മാനേജ് ചെയ്യുമ്പോഴും നമുക്ക് ഒരു പീസ് ഓഫ് മൈൻഡ് എപ്പോഴും തരുന്നത് മക്കളെ കൂടെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ 1 മണിക്കൂർ ചെലവഴിക്കുമ്പോഴാണ്. കാരണം മക്കളായ നിഷ്കളങ്കമായിട്ടുള്ള ആ ഒരു മനസ്സും അവരുടെ ആ ഒരു സംസാരവും അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല നല്ല കളിപ്പാട്ടങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ആ കളിപ്പാട്ടങ്ങൾ മക്കൾക്ക് കൊടുക്കുന്ന സമയത്ത് അവരുടെ ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു പുഞ്ചിരി അല്ലെങ്കിൽ അതൊക്കെ തന്നെയാണ് നമ്മളൊരു മക്കളെ കൂടെ അല്ലെങ്കിൽ മക്കളുടെ മനസ്സറിയാൻ നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ടാവുന്നതും നമുക്ക് അതിനുള്ള ഒരു അവസരം കിട്ടുന്നതും. സോ യെസ്, അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഗ്മെന്റ് പാരന്റ്സിന് ഒരുപാട് ഗുണകരമാകും എന്ന് വിചാരിച്ച് നമ്മൾ ഈ ഒരു സെഗ്മെന്റ് നിർത്തുകയാണ്. എല്ലാവർക്കും ഏറ്റവും നല്ല നവവത്സര ആശംസകൾ നേരുന്നു. താങ്ക് യു.